പാലക്കാട് മാധ്യമപ്രവർത്തകന് കാട്ടാന ആക്രമണത്തിൽ ദാരുണാന്ത്യം. മരിച്ചത് മാതൃഭൂമി ന്യൂസിലെ ക്യാമറമാൻ AV മുകേഷ്. ആക്രമണം കൊട്ടേക്കാട് കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ. കെ സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന് MM ഹസൻ. ഹസന്റെ അസാന്നിധ്യത്തെ വിമർശിച്ച് കെ സുധാകരൻ. അങ്ങനെ ഒരു സീറ്റ് തന്ന് പറഞ്ഞുവിടേണ്ട ആളല്ല താൻ. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറെ ചുമതല തന്നാൽ ഏറ്റെടുക്കുമെന്നും കെ സുധാകരൻ. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്ത്. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ ശാരീരിക ആക്രമണവും അപമാനവും. പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡൽഹി എയിംസിലേക്ക് അയച്ചു. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ്. ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ യാത്രക്കാർ. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ഒരു 7:30 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് റിസൾട്ട് അറിയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് അടുത്ത ഫ്ലൈറ്റ് എടുത്തോ എന്നുള്ളതാണ് അവർ പറയുന്നത്. റീഫണ്ടിങ്ങിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ്പോൺ ചെയ്ത് തരാമെന്ന്. പോസ്റ്റ്പോൺ ചെയ്ത് തരുന്നത് ഇനി 11-ാം തീയതിക്ക് ശേഷമാണ്. ടിക്കറ്റ് നിരക്ക് മടക്കി നൽകാമെന്നും ബദൽ യാത്രാ സൗകര്യം ഒരുക്കാമെന്നും എയർ ഇന്ത്യ. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഫലം ഇന്ന്. പ്രഖ്യാപനം വൈകിട്ട് 3 മണിക്ക്. ഫലം കാത്തിരിക്കുന്നത് 4,27,105 വിദ്യാർത്ഥികൾ. ഹയർ സെക്കൻഡറി ഫലങ്ങൾ നാളെ പ്രസിദ്ധീകരിക്കും. IPL ഇന്ന് ഹൈദരാബാദിൽ ലക്നൗ പോരാട്ടം. മത്സരം രാത്രി 7:30 ഹൈദരാബാദിൽ. വിജയവഴിയിൽ തിരിച്ചെത്താൻ ടീമുകൾ.